ഒരു മനുഷ്യൻ അദ്ദേഹം പറയുന്നു എന്തെല്ലാം പ്രവർത്തിക്കുന്നു, അതായത് ആത്മീയ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു, യോഗാസനം ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, പിന്നെ കർമ്മം ചെയ്യുന്നു, ജ്ഞാനം, ഭക്തി എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നു. പക്ഷേ മോർ ഓർ ലെസ് ദ സെയിം, അതായത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതല്ലാതെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മനുഷ്യർക്ക് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെയുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ ഗുരുക്കന്മാരെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പല ഗുരുക്കന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇനി മനുഷ്യരാശിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും ഒക്കെ മനുഷ്യരാശിയിൽ ഇങ്ങനെ നെഗറ്റിവിറ്റി. നമ്മൾ ഈഗോ എന്ന് പറയുന്ന ആ മൈൻഡിൻ്റെ ഡ്യുവലിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് ഉയർന്ന ഒരു അവയർനെസ് വന്നിട്ട് അതൊരു യൂണിറ്റി കോൺഷ്യസ്നെസ് വന്നിട്ട് ദർ ഈസ് ലവ്, പീസ്, ഹാപ്പിനെസ്, ജോയ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് കൃഷ്ണമൂർത്തി കണ്ടിന്യൂസ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ അഭിവന്ദ്യ ശിഷ്യഭൂത ഗുരുവിനെ കാണാനായിട്ട് പോയി. അപ്പോൾ നമ്മൾ ഗുരുദർശനത്തിന് കണ്ടിട്ട് ഞാൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവിന് ശരീരത്തിന് എങ്ങനെ സുഖമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ ഗുരുവിനോട് അങ്ങനെ സംസാരിച്ചതും അതിൻ്റെ വഴി കണ്ടെത്തി. അതായത് ഇപ്പോൾ ആത്മീയത എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കൃഷ്ണമൂർത്തിയൊക്കെ ഇത്രയും കിടന്ന് പറയുന്നു, എന്തൊക്കെ പറഞ്ഞിട്ടും വഴി കിട്ടാത്തൊരവസരത്തിൽ ഒരു സദ്ഗുരുവിൻ്റെ സന്നിധിയിൽ ഒരു ജീവാത്മാവിന് ഒരു വഴി കിട്ടി. എങ്ങനെയാണ് ഇത് നേരായി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വഴിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എത്രയോ ഈസി ആയിട്ട് എല്ലാവരെയും പറഞ്ഞങ്ങ് ബോധിപ്പിച്ച് ഉണർത്തിയങ്ങ് എടുക്കായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ അന്വേഷിക്കുമ്പോൾ, ഞാനിങ്ങനെ ആരാധനാലയത്തിൽ വന്ന് നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട്, എൻ്റെ ഒരു സുഹൃത്ത് പ്രവീൺ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രവീണിനോട് ഞാൻ പറഞ്ഞു, ഗുരുവിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ ഗുരു ഇങ്ങനെ മറുപടി പറഞ്ഞു. എല്ലാവരും വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് ഒരു സദ്ഗുരുവിൻ്റെ ആ സംസാരം, അപ്പോൾ അത് വേദാന്തമോ സാഹിത്യമോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് നമുക്ക് പഠിക്കാനുള്ള കാപട്യമോ ഒരു പ്രസംഗമോ ഒന്നുമല്ല. സദ്ഗുരുവിൻ്റെ വെറും സിമ്പിളായിട്ടുള്ള ഒരു സംസാരം, അത് ഈ കണ്ടന്റിനെ ഇല്ലാതാക്കി കളഞ്ഞു. എൻ്റെ കോൺഷ്യസ്നെസ്സിൻ്റെ ആ കണ്ടന്റ് മൊത്തം ഇല്ലാതായി. ഞാൻ ഒരു നിമിഷത്തേക്ക് ബ്ലാക്ക് ഔട്ടായി, എല്ലാം മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടും ഗുരുവിൻ്റെ കാലശേഷം ഈ സന്യാസി പറയുന്നതാണ് അവർക്ക് വേദവാക്യം. അതായത് ഗുരു ശരീരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ സന്യാസി ഗുരു പറയുന്ന ഒന്നും കേൾക്കില്ലായിരുന്നു. അതിനുശേഷം അങ്ങനെ ആശ്രമ സ്വഭാവത്തിൽ നമ്മൾ പരിശോധിക്കും. കാര്യം ഗുരുക്കന്മാർ ശരീരത്തോടെ ഉണ്ടായിരിക്കുമ്പോൾ അവരെ തള്ളിപ്പറയുക, പോയി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ആഡംബരം കാണിക്കുക, ആരാധന കാണിക്കുക, ഭക്തി കാണിക്കുക, ഇത് മനുഷ്യരാശിയുടെ ഒരു വലിയ മിസ്റ്റേക്കാണ്. അപ്പം മനുഷ്യരാശി വളരെ വലിയ ഒരു അന്ധതയിലാണ്. അപ്പം ഇങ്ങനെയുള്ള അന്ധതയിൽ കഴിയുന്ന ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. അപ്പം അതീവ സത്യപ്രകാശം അപ്പം നമ്മൾ കാണുന്ന സത്യപ്രകാശമാണോ? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ഈ ഹാലൂസിനേറ്റീവ് ആയി പോകുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മുടെ ആശ്രമത്തിൽ തന്നെ സദ്ഗുരുവിൻ്റെ മാഹാത്മ്യത്തെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ ഗുരുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ സ്പിരിച്വൽ ടോക്സിൽ പൊതുവെ മനസ്സിൻ്റെ ശാന്തി, സമാധാനത്തെക്കുറിച്ച്, പോസിറ്റിവിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ മനുഷ്യജീവിതം മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ എല്ലാവർക്കും എന്തൊക്കെ നമ്മൾ എങ്ങനെ പറഞ്ഞാലും ജീവിതത്തിൽ പച്ചയായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങളും കാര്യങ്ങളുമായിട്ടാണ് മനുഷ്യരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ ആത്മീയതയിലേക്ക് വരികയാണെങ്കിൽ ആത്മീയതയിലും ഈ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ രീതി വെച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ വരുമ്പോഴും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊരു പരിഹാരമൊക്കെ ആഗ്രഹിച്ച് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ വലിയ വലിയ വിഷമങ്ങളും വലിയ വലിയ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മനുഷ്യർക്ക് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെയുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ ഗുരുക്കന്മാരെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പല ഗുരുക്കന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇനി മനുഷ്യരാശിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും ഒക്കെ മനുഷ്യരാശിയിൽ ഇങ്ങനെ നെഗറ്റിവിറ്റി കുമിഞ്ഞു കൂടുമ്പോൾ മനുഷ്യരുടെ ഉള്ളിലുള്ള ഈ ഒരു നെഗറ്റിവിറ്റി
കുമിഞ്ഞു കൂടുമ്പോൾ അത് പ്രകൃതി ദുരന്തങ്ങളായിട്ടൊക്കെ പരിണമിച്ചു വരുന്നതായിട്ടാണ് പല ഗുരുക്കന്മാരും പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സന്ദർഭത്തിൽ നമ്മളിപ്പം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതുകൊണ്ടോ താത്വികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടോ വലിയ ആശ്വാസം ആർക്കും കിട്ടുന്നില്ല. അതിങ്ങനെ കേട്ട് അങ്ങനെ മനസ്സിലാക്കി രസിച്ചു പോകാമെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ശ്രീയുടെ അടുത്ത് പറയാനുള്ളത്, നമുക്ക് എന്താണ് റിയലായിട്ട് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടോ ഉപരിപ്ലവമായിട്ട് പറഞ്ഞുകൊണ്ടോ കാര്യമില്ല. ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന രീതിയിൽ ശരിക്കുമുള്ള ആത്മീയത, അതിലൂടെ നമുക്ക് എങ്ങനെ ഈ ലോകത്ത് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാക്കാം, അതിനെന്താണ് നമ്മൾ ഇനിയിപ്പോൾ മനുഷ്യരാശി എന്താ ചെയ്യേണ്ടത്, യുദ്ധത്തിൻ്റെയും ഈ പ്രകൃതി ദുരന്തങ്ങളുടെയൊക്കെ അതാണ് നമ്മളെ നോക്കി ഇങ്ങനെ പല്ലിളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകം. അപ്പോൾ ഇവിടെ എന്താണ് ഇനിയുള്ള ഒരു കാലത്ത് മനുഷ്യരാശിയുടെ പ്രതീക്ഷ എന്തായിരിക്കും, അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ശ്രീ ഒന്ന് സംസാരിക്കാമോ? സദ്ഗുരുവേ ചരണം. ഇപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ച ഈ വിഷയം, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ ഞാൻ പറയുന്നത് ശരിയെന്ന് പറയാനല്ല, എന്നാൽ നമ്മൾ ഇതുവരെ കേട്ട് വെച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് തെറ്റെന്ന് പറയാൻ, അതായത് നമ്മൾ ഇതുവരെ കേട്ട് വെച്ചിരിക്കുന്ന ഈ അറിവാണ് നമ്മളെ സത്യത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയമായിട്ട് പുരോഗമിക്കാൻ തടസ്സപ്പെടുത്തുന്ന നമ്മൾ ഈ നേടി വെച്ചേക്കുന്ന അറിവുകൾ നമ്മളെ തടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് കമ്പയർ ചെയ്ത് നമ്മളിത് തെറ്റെന്ന് പറയാനും ശ്രമിക്കാതെ നമ്മൾ നിഷ്പക്ഷമായിട്ട് ചില കാര്യങ്ങൾ കേൾക്കാനും ഒബ്സർവ് ചെയ്യാനും പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന്, ഈ മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലോകത്തിൻ്റെ ഒക്കെ ഉള്ള ഒരു വിഷയത്തിൽ നിന്ന് നമുക്കൊരു സൊല്യൂഷനിലേക്ക് ഉയരാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോയെക്കുറിച്ച് പറയുകയാണ്. അതായത് ജിദ്ദു കൃഷ്ണമൂർത്തിയും ലോകപ്രശസ്തനായ ഫിസിസിസ്റ്റ് ഡേവിഡ് ബോമും തമ്മിൽ 1972 അമേരിക്കയിൽ വെച്ച് നടന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അവരിങ്ങനെ ഹ്യൂമൻ ബീയിങ്സ് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ? അങ്ങനെ ചർച്ച ചെയ്ത് വരുമ്പോൾ അവസാനം ജിദ്ദു കൃഷ്ണമൂർത്തി പറയുകയാണ്, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്, അപ്പം നമ്മുടെ ബോധമണ്ഡലം, അതിനകത്ത് നമ്മുടെ ചിത്തവൃത്തികൾ, നമ്മുടെ തോട്ട്സ്, നമ്മുടെ അനുഭവങ്ങൾ, നമ്മൾ ചെയ്ത പ്രവൃത്തികൾ, നമ്മുടെ ചിന്താധാരകൾ, ഇതെല്ലാം കൂടെ ഒരു ഞാൻ ഭാവം, എൻ്റെ മീ എന്ന് പറയുന്ന ഒരു സെൻറ്റർ. അപ്പോൾ ഈ മീ എന്ന് പറയുന്ന ഒരു സെൻറ്റർ വന്നു കഴിയുമ്പോൾ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ എൻ്റെ എന്നും പിന്നെ നിൻ്റെ എന്നും ഈ യൂണിഫൈഡ് ആയിട്ടുള്ള ഡിവൈൻ ആയിട്ടുള്ള ഈ ദൈവികമായിട്ടുള്ള ലോകത്തെ ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്വഭാവവും അതിൽ നിന്ന് സ്വാർത്ഥതയും വയലൻസും ദേഷ്യവും പകയും ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഈ മീ എന്ന് പറയുന്ന ഒരു അസ്തിത്വവും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള അഹന്തയായിട്ടുള്ള ഈ മീ എന്ന് പറയുന്ന അസ്തിത്വവും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും. അപ്പോൾ ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുന്നു, എന്തെല്ലാം പ്രവർത്തിക്കുന്നു, അതായത് ആത്മീയ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു, യോഗാസനം ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, പിന്നെ കർമ്മം ചെയ്യുന്നു, ജ്ഞാനം, ഭക്തി എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നു. പക്ഷേ മോർ ഓർ ലെസ് ദ സെയിം, അതായത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതല്ലാതെ ഒരു റാഡിക്കലായിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നില്ല, ഈ ഒരു മോചനം വരുന്നില്ല. ഇപ്പോൾ നന്നാവാനായിട്ടൊക്കെ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ സീരിയസ് ആയിട്ട് നന്മയിലേക്കൊക്കെ ജീവിച്ച് വരുമ്പോഴാണ് ഈ നന്മ എന്നും പറഞ്ഞ് നമ്മൾ പ്രവർത്തിച്ച് വരുമ്പോൾ തിന്മ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കൂടി വരുന്നു. അപ്പോൾ ഈ അഹന്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഓപ്പോസിറ്റും ഉണ്ടാകും. അപ്പോൾ ആത്മീയ പാതയിൽ സഞ്ചരിച്ച് വരുമ്പോൾ അവസാനമാകുമ്പോൾ കൺഫ്യൂഷനും മിസറിയൊക്കെ ഇങ്ങനെ കൂടി വരുന്നു. അപ്പോൾ ഈ ഞാൻ എന്ന ഭാവവും എൻ്റെ ചിത്തവൃത്തികളും എൻ്റെ ഈ കോൺഷ്യസ്നെസ്സിലെ ഈ ഹോൾ കണ്ടന്റിനെ, അതിനകത്തുള്ള ഈ മാറ്ററിനെ എങ്ങനെ കാണും ഒരാൾ അതിനെ കാണുമ്പോൾ? സീയിങ്, അദ്ദേഹം പറയുന്നു, ഞാൻ കാണുന്നു എന്നല്ല, നമ്മളുടെ ഉള്ളിലൊരു പെർസെപ്ഷൻ, സീയിങ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹോൾ ചിത്തവൃത്തികളെക്കുറിച്ചും അതിൻ്റെ ഈഗോ സെൻട്രിക് പ്രവൃത്തികളെക്കുറിച്ചും അതിൻ്റെ മിസറിയും പ്രോബ്ലവും വയലൻസിനെ കുറിച്ചൊക്കെ ഒരു സീയിങ് സംഭവിക്കുമ്പോൾ നമ്മൾ ഈഗോ എന്ന് പറയുന്ന ആ മൈൻഡിൻ്റെ ഡ്യുവലിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് ഉയർന്ന ഒരു അവയർനെസ് വന്നിട്ട് അതൊരു യൂണിറ്റി കോൺഷ്യസ്നെസ് വന്നിട്ട് ദെർ ഈസ് ലവ്, പീസ്, ഹാപ്പിനെസ്, ജോയ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് വരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് കൃഷ്ണമൂർത്തി കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന ആൾ ഇതെങ്ങനെ കാണും, ഹൗ? അപ്പോൾ ജിദ്ദു കൃഷ്ണമൂർത്തി പറയും, ഹൗ എന്ന് പറയുമ്പോൾ ദെർ ഈസ് എ മെത്തേഡ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ എല്ലാ മെത്തേഡ്സിനും എതിരാണ്, എല്ലാ പ്രവൃത്തികൾക്കും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും എതിരാണ്. കാര്യം ഈ സീയിങ് ഉണ്ടാവണം.
അപ്പോൾ ഈ സീയിങ് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അദ്ദേഹം പറയുന്നു ദർ ഈസ് നോ ഗുരു, അതായത് ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ല. കാരണം അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഈ കപട ഗുരുക്കന്മാരും ആത്മീയ മനുഷ്യ ഗുരുക്കന്മാരിങ്ങനെ വന്നിട്ട് മറ്റുള്ളവരെയൊക്കെ വഴിതെറ്റിക്കുന്ന അല്ലെങ്കിൽ അനുയായികളാക്കുന്ന, ഫോളോവേഴ്സ് ആക്കുന്ന, ആഡംബരത്തിലും മറ്റ് രീതിയിലൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ദർ ഈസ് നോ ഗുരു. പക്ഷേ അദ്ദേഹത്തിന് അറിയാം യഥാർത്ഥ ഗുരു, ആ ലൈറ്റായിട്ടുള്ള ദൈവമായിട്ടുള്ള ഡിവൈനായിട്ടുള്ള ഗുരു എന്ന് പറയുന്ന സത്യം നമുക്ക് ആ ലൈറ്റിലേക്ക്, നമ്മൾ ആ കാഴ്ചയിലേക്ക് ഉയർത്തും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 40 വർഷത്തോളം ഈ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ആരും ഈ ഒരു കാഴ്ചയിലേക്ക് വന്നില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത് എങ്ങനെ. അപ്പോൾ പറയും എങ്ങനെ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് ഈഗോയാണ്. ദാറ്റ് സീയിങ്, ആ കാഴ്ച അവിടെ ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഗുരുവിനെ അംഗീകരിക്കുന്നില്ല, എന്നാൽ അദ്ദേഹം യഥാർത്ഥ ഡിവൈൻ ലൈറ്റിനെ അംഗീകരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിന് ഇതെന്തുകൊണ്ട് പറ്റിയില്ല എന്നുള്ളത് ഞാൻ പറയാം, എന്തുകൊണ്ട് ആ കാഴ്ചപ്പാട് വന്നില്ല എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇനി എൻ്റെ ഒരു അനുഭവം പറയണം. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യുക. ഇതൊരു എൻ്റെ അനുഭവം എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിൽ സംഭവിച്ച ഒരു കാര്യം എന്നുള്ളതാണ്. അല്ലാതെ ഒരു വ്യക്തിയുടെ അനുഭവത്തിനൊന്നും വലിയ കാര്യമില്ല, അല്ലെങ്കിൽ അതൊന്നും ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമില്ല. നമ്മുടെ ഒരു ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിൽ സംഭവിച്ച ഒരു കാര്യം എന്നുള്ള രീതി ഷെയർ ചെയ്യണം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ അഭിവന്ദ്യ ശിഷ്യഭൂത ഗുരുവിനെ കാണാനായിട്ട് പോയി. അപ്പോൾ നമ്മൾ ഗുരുദർശനത്തിന് കണ്ടിട്ട് ഞാൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവിന് ശരീരത്തിന് എങ്ങനെ സുഖമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ ഗുരുവിനോട് അങ്ങനെ സംസാരിച്ചതും ഗുരു തിരിച്ച് അതിനൊരു മറുപടി പറഞ്ഞു. അതിനുശേഷം ഞാൻ പോകാൻ പോയപ്പോൾ ഒന്നുകൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു. അപ്പോൾ ഞാനും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വാഭാവികമായിട്ട്, കാര്യം നമ്മൾ ആ രീതിയിൽ അവിടെ നിന്ന് നമ്മൾ മറുപടി പറഞ്ഞു. അതായത് ഗുരു ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു സാധാരണ ലെവലിൽ അവിടെ കാര്യങ്ങളൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ തിരിച്ച് നടന്നു. അപ്പോൾ വിഷമിച്ചു, ഞാൻ പ്രാർത്ഥിക്കാം, പുതിയൊരു രീതിയിലൊക്കെ പലതും പ്ലാൻ ചെയ്തിട്ടൊക്കെ വന്നു. പക്ഷെ പെട്ടെന്ന് ഈ ഗുരു സംസാരിച്ച ഈ വാക്കുകൾ കേട്ടപ്പോൾ, ഇപ്പോൾ സാധാരണ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇപ്പം എൻ്റെ ഉള്ളിൽ വളരെയധികം ഈ ദൈവം, സത്യം, ശാന്തി എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്ന ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് എൻ്റെ ബോധത്തിൽ. ഞാൻ ചെറുപ്പം മുതലേ ഈ അന്വേഷിക്കുന്ന ഒരു സ്വഭാവത്തിലുള്ളതുകൊണ്ട് ആ ഒരു കോൺഷ്യസ്നെസ്സിനെ സംബന്ധിച്ച് ഈ ശിഷ്യപൂജിത ഗുരു സംസാരിച്ച ആ വാചകങ്ങൾ കേട്ടപ്പോൾ പെട്ടെന്ന് ഇതെവിടെ നിന്നാണ് ഇത്രയും നിഷ്കളങ്കമായ, ഇത്രയും പ്യുവറായിട്ടുള്ള, ഇത്രയും സത്യസന്ധമായിട്ടുള്ള ആ സംസാരം ഉണ്ടായത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഉള്ളിൽ നിന്ന് എൻ്റെ അസ്തിത്വം ഉണർന്നിട്ട്, അതാണ് ആ ഉണർച്ച എന്ന് പറയുന്നത്. പെട്ടെന്ന് ഉണർന്നിട്ട് ഇത് എവിടെ നിന്നാണ് ഈ ഇത്രയും നിഷ്കളങ്കമായ പ്യുവറായിട്ടുള്ള ഒരു സംസാരം ഉണ്ടായത്, ഇതെവിടെ നിന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ അന്വേഷണം തുടങ്ങുന്നു. അതായത് ആ ബോധത്തിന്, അതായത് നമ്മുടെ ജീവന് അതിൻ്റെ വഴി കണ്ടെത്തി. അതായത് ഇപ്പോൾ ആത്മീയത എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കൃഷ്ണമൂർത്തിയൊക്കെ ഇത്രയും കിടന്ന് പറയുന്നു, എന്തൊക്കെ പറഞ്ഞിട്ടും വഴി കിട്ടാത്തൊരവസരത്തിൽ ഒരു സദ്ഗുരുവിൻ്റെ സന്നിധിയിൽ ഒരു ജീവാത്മാവിന് ഒരു വഴി കിട്ടി. എങ്ങനെയാണ് ഇത് നേരായി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വഴിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എത്രയോ ഈസി ആയിട്ട് എല്ലാവരെയും പറഞ്ഞങ്ങ് ബോധിപ്പിച്ച് ഉണർത്തിയങ്ങ് എടുക്കാമായിരുന്നു. പക്ഷേ ഇതൊരു ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്ന ഒരു മാജിക്കാണ്. അപ്പോൾ ഈ എൻ്റെ ഉള്ളിൽ ആ ജീവബോധത്തിന് ഒരു വഴി കിട്ടി. കാര്യം ഈ വാചകത്തിലൂടെ ഈ പ്യൂരിറ്റി എവിടെ നിന്ന് വന്നു, ഈ നിഷ്കളങ്കത എവിടെ നിന്ന് വന്നു, ഇത് സാധാരണ മനുഷ്യരിൽ കാണുന്നതല്ലല്ലോ. കാരണം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ നമ്മളിപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ അധ്യാപകരായാലും, നമ്മൾ ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ഇവിടെ കച്ചവടം കൊണ്ടുവന്ന ഒരു കച്ചവട ഭാഷ, കസ്റ്റമർ കെയറിൻ്റെ വളരെ നല്ല ഒരു ഭാഷയുണ്ടല്ലോ പാശ്ചാത്യ സമൂഹത്തിൽ, വളരെ സൂപ്പർഫിഷ്യലായിട്ട് സംസാരിക്കുന്ന ആ ഭാഷയിലൂടെ എല്ലാവർക്കും സൈക്കോളജിക്കൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടാക്കിയിട്ട് സൈക്കോളജിക്കൽ പ്രോബ്ലവും തെറാപ്പിയായിട്ടൊക്കെ നടക്കുന്ന ഒരു രീതിയിലാണ്. അപ്പം നമ്മുടെ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടാക്കുന്ന കപടമായ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഷ, അത് നമ്മുടെ അധ്യാപക വൃത്തിയിൽ വന്നിട്ട് ഇപ്പോൾ അധ്യാപകർ കപടത, ഡോക്ടർമാർ നോക്കിയാൽ അവിടെ അവർ കച്ചവട സ്വഭാവം, കപടത, പിന്നെ അങ്ങനെ വക്കീലന്മാരും രാഷ്ട്രീയക്കാരും, അങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും കപടത.
അവസാനം നമ്മളിപ്പോൾ വന്ന് നോക്കുമ്പോൾ സന്യാസിമാർ പോലും കപടത, അതായത് കപടമായിട്ട് അഭിനയിച്ചു കൊണ്ടുള്ള ഒരു പെരുമാറ്റം. അപ്പോൾ കാപട്യത്തിൻ്റെ ഒരു ലോകമാണ്, ഒരു പേഴ്സണാലിറ്റി. മനുഷ്യർ മനഃപൂർവ്വമല്ല, ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ പോലും നമ്മളിങ്ങനെ ഒരു പേഴ്സണാലിറ്റി, കാപട്യത്തിൻ്റെ ഒരു ജീവിതമാണ് നയിക്കാനാണ് നമ്മളിപ്പോൾ പുതിയ മോഡേൺ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ ബിഹേവ് ചെയ്യുക, നമ്മുടെ ഉള്ളിൽ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഉള്ളും രണ്ട് രീതിയിലെ പെരുമാറ്റം കാരണം സ്കൈസോഫ്രീനിയ, ഭ്രാന്തുണ്ടാവുകയാണ്. അതാണ് ഇന്നത്തെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു കുഴപ്പം. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ഈ കാപട്യ സ്വഭാവം അല്ലാതെ യഥാർത്ഥ പരിവർത്തനം എന്താണ്, യഥാർത്ഥ സത്യമായ സ്വഭാവം എന്താണ്, യഥാർത്ഥ സ്നേഹം എന്താണ്, യഥാർത്ഥ എളിമ എന്താണ്? അപ്പോൾ ഈ ഞാൻ നോക്കിയപ്പോൾ ഒരു ഗുരു എന്ന് പറയുന്ന നമ്മുടെ സദ്ഗുരു ആയിട്ടുള്ള ശിഷ്യപൂജിത ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ സത്യസന്ധത, സ്നേഹം, റിയലായിട്ടുള്ള ആ കാരുണ്യം, റിയലായിട്ടുള്ള നിഷ്കളങ്കത, റിയലായിട്ടുള്ള പ്യൂരിറ്റി, അത് ഞാനെന്ന് പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ സംസാരത്തിലല്ല, എൻ്റെ ജീവൻ്റെ തലത്തിലാണ് അത് തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഈ ജീവൻ അന്വേഷിക്കുന്നത് ഇത് എവിടെ നിന്ന് വന്നു ഇത്രയും പ്യൂരിറ്റി, ഈ കാപട്യത്തിൻ്റെ ലോകത്ത് ഇത്രയും പ്യൂരിറ്റി ആയിട്ടുള്ള ഒരു സംസാരം, ഇത്രയും നിഷ്കളങ്കമായ ഒരു കാര്യം എൻ്റെ ഉള്ളിൽ കിടന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യം അതിന് മനസ്സിലായി ഇതിൻ്റെ പിറകെ പോയാൽ ആ ദൈവത്തിലേക്ക് എത്താം. അങ്ങനെ ഞാനിങ്ങനെ അന്വേഷിക്കുമ്പോൾ, ഞാനിങ്ങനെ ആരാധനാലയത്തിൽ വന്ന് നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട്, എൻ്റെ ഒരു സുഹൃത്ത് പ്രവീൺ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രവീണിനോട് ഞാൻ പറഞ്ഞു, ഗുരുവിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ ഗുരു ഇങ്ങനെ മറുപടി പറഞ്ഞു. എല്ലാവരും വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഈ ഉള്ളിലെ അന്വേഷണം ഇതെവിടെ നിന്ന് വന്നു. അപ്പോൾ ഇത് വന്നത് പിന്നെ അവസാനം ചെന്ന് ഗുരുവിൽ നിൽക്കുന്നു. അതായത് ഗുരുവിൽ മാത്രമേ ഇങ്ങനത്തെ നിഷ്കളങ്കതയും ഇത്രയും പ്യൂരിറ്റി, ഇത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരു സ്വഭാവം നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിൽ നമ്മൾ പരിശോധിച്ച ഗുരുവിനെ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് കണ്ടിട്ടുള്ളൂ. കാരണം അങ്ങനെയായിരുന്നു ഗുരുവിൻ്റെ ആ സ്വഭാവം. അത് കണ്ടിട്ടുള്ളവർക്കും സംസാരിച്ചിട്ടുള്ളവർക്കും അറിയാം, അത്രയ്ക്ക് പ്യുവർ ആയിട്ടുള്ളൊരു നിഷ്കളങ്കമായിട്ടുള്ളൊരു ഡിവൈൻ ആയിട്ടുള്ളൊരു സ്വഭാവം, അതേ ഒരു സ്വഭാവം. അപ്പം അങ്ങനെ വന്ന് ഗുരുവിലെത്തി. അവസാനം ഇത് ദൈവം, ഇത് ഡിവൈൻ, ഇത് ഗോഡാണ് ഇത് സംസാരിച്ചതെന്ന് ജീവൻ തിരിച്ചറിയാൻ. അങ്ങനെ സംസാരിച്ച് അത് കേട്ടതോടുകൂടി പെട്ടെന്ന് ഞാൻ എൻ്റെ കോൺഷ്യസ്നെസ്സിൽ ഇതെല്ലാം മറക്കുന്നു, പെട്ടെന്ന് എല്ലാം മറക്കുന്നു. അതായത് നമ്മളിപ്പോൾ ഫോണും കമ്പ്യൂട്ടറൊക്കെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ ഫോണിൻ്റെ എല്ലാം ഇങ്ങനെ നിന്ന് കറങ്ങി ഫോൺ ഷട്ട് ഡൗൺ ആയി കുറച്ച് നേരം നിന്ന് അതിനുശേഷമാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ എൻ്റെ ഈ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആയി, ഒരു നിമിഷം വാക്യൂമായി, ഒന്നും ഇല്ലാത്ത പോലെ. അപ്പോൾ ജിദ്ദു കൃഷ്ണമൂർത്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ കണ്ടന്റ്, ഈ കോൺഷ്യസ്നെസ്സിനകത്തുള്ള ഈ കണ്ടന്റിൽ നിന്ന് മോചിതനാകാൻ, അല്ലെങ്കിൽ ഈ കണ്ടന്റിനെ എങ്ങനെ എൻഡ് ചെയ്യാം, എങ്ങനെ ഇല്ലാതാക്കാം, എങ്ങനെ അതിൽ നിന്ന് ഫ്രീ ആകാം, മനുഷ്യൻ എങ്ങനെ സ്വതന്ത്രനാകാം. അപ്പോൾ പെട്ടെന്ന് ഒരു സദ്ഗുരുവിൻ്റെ ആ സംസാരം, അപ്പോൾ അത് വേദാന്തമോ സാഹിത്യമോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് നമുക്ക് പഠിക്കാനുള്ള കാപട്യമോ ഒരു പ്രസംഗമോ ഒന്നുമല്ല. സദ്ഗുരുവിൻ്റെ വെറും സിമ്പിളായിട്ടുള്ള ഒരു സംസാരം, അത് ഈ കണ്ടന്റിനെ ഇല്ലാതാക്കി കളഞ്ഞു. എൻ്റെ കോൺഷ്യസ്നെസ്സിൻ്റെ ആ കണ്ടന്റ് മൊത്തം ഇല്ലാതായി. ഞാൻ ഒരു നിമിഷത്തേക്ക് ബ്ലാക്ക് ഔട്ടായി, എല്ലാം മറന്നുപോയി. അവസാനം ഞാൻ എൻ്റെ സുഹൃത്തിനോട് വന്ന് ചോദിക്കുകയാണ്. സുഹൃത്ത് പോലും ഞെട്ടിപ്പോകും, കാരണം ഞാനും ശിഷ്യപൂജിതയും തമ്മിലാണ് സംസാരിച്ചത്. അവസാനം ഞാൻ സുഹൃത്തിനോട് വലം വെച്ച് വന്നപ്പോൾ ഞാൻ സുഹൃത്തിനോട് ചോദിച്ചു, ഇപ്പം എന്താണ് ശിഷ്യപൂജിത എന്നോട് പറഞ്ഞത്? അവനോട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് എന്നോട് പറഞ്ഞത്? ഞാൻ മറന്നുപോയി, എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. എന്താണ് ശിഷ്യപൂജിത എന്നോട് പറഞ്ഞത്? കാരണം എന്തോ തീവ്രമായിട്ടുള്ള, എന്തോ സത്യമായിട്ടുള്ള, എന്തോ ഡിവൈനായിട്ടുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അനുഭൂതി എനിക്ക് കിട്ടി. പക്ഷെ എന്താണെന്നുള്ളത് മറന്നുപോയി. പെട്ടെന്ന് അങ്ങ് എല്ലാം മറന്നുപോയി. ഞാനില്ല പുതുക്കി പണിച്ചൊരു പുനർജന്മം പോലെ, ഒരു പുതിയ ജീവിതം ഉണ്ടാകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ സുഹൃത്തിനോട് ചോദിച്ചാൽ എന്താണ് പറഞ്ഞത്? അപ്പം അവൻ എനിക്ക് വീണ്ടും അതെല്ലാം പറഞ്ഞു. അപ്പം ആ പറഞ്ഞ കാര്യങ്ങളിലല്ല, ആ നിമിഷത്തെ ആ കാര്യങ്ങളിലോ വാക്കുകളിലോ അല്ല ഇരിക്കുന്നത്. അവിടെ എന്തോ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഒരു എന്തോ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ആ വാക്കുകൾ വീണ്ടും അവൻ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു. പിന്നെ ഞാൻ വീണ്ടും ഇതെവിടെ നിന്ന് വന്നു, ഇതെന്താണ്, ഇത് ദൈവം എന്നും പറഞ്ഞ് ഞാൻ ഈ 2-3 ദിവസം സത്യം പറഞ്ഞാൽ ഈ വാചകത്തിൻ്റെ പ്യൂരിറ്റി, അതിൻ്റെ നിഷ്കളങ്കത, അതിൻ്റെ സത്യം, അതിൻ്റെ ഡിവിനിറ്റിയിൽ ഇങ്ങനെ ലയിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ അതിലിങ്ങനെ ലയിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ആ വെറും വാചകം, അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് പഠിപ്പിക്കുന്ന വേദാന്തങ്ങളും എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യം മനുഷ്യൻ്റെ മനസ്സിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. മനസ്സിൽ ഒരു അറിവായി മാറി അഹന്തയായി അത് വേണ്ടാത്ത കാപട്യമായി മാറും. പക്ഷേ ഈ ഒരു വാചകത്തിലൂടെ ധ്യാനിച്ച് നമുക്ക് പല രഹസ്യങ്ങളും നമ്മുടെ ജീവൻ്റെ അവസ്ഥകളും, അല്ലെങ്കിൽ എന്താണ് ഇപ്പം യുഗാന്തരങ്ങളായി ഞാൻ ആഗ്രഹിച്ച കാര്യം, അത് ഓരോ ജീവൻ്റെയും ആഗ്രഹം കൂടിയാണ്, പരമാത്മാവിൽ നിന്ന് കിട്ടുന്ന മാത്രമല്ല. അപ്പം ഈ ആഗ്രഹം, ഈ പ്രാർത്ഥന, ഇതിനെക്കുറിച്ചൊക്കെ പല രഹസ്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു വാചകത്തിലൂടെ
ആ വാചകം മറ്റൊരു ഡയമെൻഷനിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ സദ്ഗുരുവിൻ്റെ വാചകത്തിൽ നിന്ന് നമ്മളെ മറ്റൊരു ഡയമെൻഷനിലൂടെ ഒരു സാധാരണക്കാരൻ ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് തോന്നും. കാരണം നമ്മുടെ നോർമൽ കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിൽ ഇത് വെറും നോർമൽ ഒരു വർത്തമാനം. പക്ഷേ നമ്മുടെ ജീവൻ്റെ തലത്തിൽ ഈ സദ്ഗുരുവിൻ്റെ പ്രവർത്തനം ഇങ്ങനെ നടക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രഹസ്യങ്ങൾ, ഒരുപാട് നമ്മൾ ആഗ്രഹിക്കാനും ഒക്കെ താല്പര്യപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓരോരോ വിദ്യകൾ ഓതിപ്പടിക്കേണ്ട നേരെ ഉദിക്കും മനസ്സ് തന്നിലെന്ന് പറയുന്ന പോലെ നേരെ ഇങ്ങനെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ സദ്ഗുരുവേ ജയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ പൊരുൾ. അപ്പോൾ സദ്ഗുരുവിലൂടെയാണ് എല്ലാം നമുക്ക് കിട്ടുന്നതെന്ന് ഉള്ള രീതിയിൽ നമുക്കിവിടെ മനസ്സിലാവുകയുണ്ടായി. ഇനി നമുക്ക് കൃഷ്ണമൂർത്തി ഗുരു വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗുരു വേണ്ട എന്ന് പറഞ്ഞതോടുകൂടി കൃഷ്ണമൂർത്തി എന്തൊക്കെ പറഞ്ഞിട്ടും ഈ ആ സംഭവം വർക്കൗട്ട് ചെയ്യുന്നില്ല. എത്ര അദ്ദേഹം ബുദ്ധിപരമായിട്ട് എത്ര ഇതിനെ പറഞ്ഞാലും ഈ സീയിങ് അവിടെ സംഭവിക്കുന്നില്ല. അപ്പം ഓഷോ ഇതിനെക്കുറിച്ച് പറഞ്ഞ ഇങ്ങനെയാണ്, അതായത് കൃഷ്ണമൂർത്തിയുടെ അടുത്ത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബുദ്ധിജീവികളായിട്ടുള്ള ഒരു ഗുരുവിനെ അംഗീകരിക്കാത്ത ആൾക്കാരെല്ലാം കൃഷ്ണമൂർത്തിയുടെ അടുത്ത് പോയി. അപ്പം അവർ ചെന്നിട്ട് അവർക്കൊരു അനുഭവം ഉണ്ടായില്ല. 40 വർഷത്തോളം കൂടെ ചിലവഴിച്ചിട്ട് ഒന്നും ഉണ്ടായില്ല. അതേസമയം മെഹർ ബാബയുടെ അടുത്ത് വളരെ നിഷ്കളങ്കരായ ഭക്തിയുള്ള ഹൃദയമുള്ള വിശ്വസിക്കുന്ന മനുഷ്യരെല്ലാം മെഹർ ബാബയുടെ അടുത്ത് പോയി. അവർക്കും ഒന്നും കിട്ടിയില്ല. കാരണം അവരെല്ലാം അന്ധമായിട്ട് വിശ്വസിച്ച ഒരു രീതിയിൽ ഫോളോ ചെയ്ത് ഒരു പ്രത്യേക തലമുറയൊക്കെ വികസിക്കുന്ന അല്ലാതെ പിന്നെ അവരും കൺഫ്യൂഷനിലും ഒക്കെ ആയിട്ട് മാറുന്നു. അപ്പോൾ ഓഷോ പറഞ്ഞു, ഈ മെഹർ ബാബയുടെ അടുത്ത് പോയവർ കൃഷ്ണമൂർത്തിയുടെ അടുത്ത് പോയി ഇത് കേട്ടിരുന്നെങ്കിൽ, ഇത് എളിമയോടെ, പക്ഷെ അദ്ദേഹം ഗുരു വേണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത്തരക്കാർ പിരിഞ്ഞു പോകും. അതേസമയം ഈ കൃഷ്ണമൂർത്തിയുടെ അടുത്ത് പോയ ഈ അറഗൻ്റായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബഹുമാനമില്ലാതെ ആദരവില്ലാതെ നിൽക്കുന്ന ആ വ്യക്തികൾ മെഹർ ബാബയുടെ അടുത്ത് പോയി ഒരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെ വന്നിരുന്നെങ്കിൽ രണ്ടു കൂട്ടരിലും നല്ല ഒരു ജ്ഞാനം സംഭവിക്കുമായിരുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഗുരുക്കന്മാരുടെ കാര്യങ്ങൾ, ഈ പുറത്തുള്ള ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ ഇപ്പം കൃഷ്ണമൂർത്തി ഗുരു വേണ്ട എന്ന് പറഞ്ഞത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കണ്ട ചില കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാനുള്ള ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണ്. കാരണം അത്തരത്തിലുള്ള ആൾക്കാർ വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് അത് സംസാരിക്കാൻ പറ്റൂ, അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരോട് സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ ഗുരു വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു ഉപായമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ആശ്രമ സ്വഭാവത്തിലുള്ള ആൾക്കാർ ഇതൊക്കെ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ തെറ്റിദ്ധരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഗുരു ഇതിലെല്ലാം ആ ഉപായങ്ങളെ തിരിച്ചറിയാനുള്ളൊരു കാരുണ്യം ഉണ്ടായി. എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി അത് കൃഷ്ണമൂർത്തി ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അതേസമയം ഇപ്പോൾ ഓഷോയുടെ അടുത്ത് പോകുമ്പോൾ ഓഷോ സെക്സിനെ കുറിച്ച് പറയും. അപ്പോൾ ഇത് കാണുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ ഓഷോയുടെ ആ ശൈലി കാണുമ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ഒരു ഉപായമാണ്. എന്തിനാണ്? കുറച്ച് ആൾക്കാരെ ആകർഷിക്കാൻ, ഈ മെഡിറ്റേഷൻ പഠിപ്പിക്കാൻ, അദ്ദേഹം ധ്യാനത്തിലേക്ക്, ഇതിലെല്ലാം അതിവർത്തിക്കുന്ന ധ്യാനത്തിലേക്ക് പഠിപ്പിക്കാൻ, മനുഷ്യരെ ആകർഷിക്കാനുള്ള ഒരു പ്രചാരവേലയായിട്ട് പരസ്യമായിട്ട് അദ്ദേഹം ചെയ്താണ് ഈ പറഞ്ഞ കാര്യം. അപ്പോൾ അതിനെ നമ്മൾ വേണ്ടാത്തതിനെ നിരാകരിക്കുക, നമുക്ക് വേണ്ടാത്തതിനെ നിരാകരിച്ചിട്ട് വേണ്ടതിനെ എടുക്കാൻ നമ്മൾ പഠിക്കണം. മെഹർ ബാബയുടെ അടുത്ത് ചെല്ലുമ്പോൾ അന്നത്തെ കാലത്ത് എല്ലാവരും അഹം ബ്രഹ്മാസ്മിയാണ് പൂർണ്ണമായ കാര്യം, അല്ലെങ്കിൽ അവതാരങ്ങൾ, ഗുരുക്കന്മാരെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം മൗനമായിട്ടാണ് ഇരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞു, എല്ലാ അവതാരങ്ങളും കൃഷ്ണനും രാമനും എല്ലാം ഈ സത്യത്തിൻ്റെ, ഞാൻ എന്ന് പറയുന്ന ഈ സത്യത്തിൻ്റെ ഭാഗമാണ്. I am God. Be still and know that I am. ഞാനെന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ളത് ഗോഡാണ്. നമ്മൾ ഫാൾസ് ആയിട്ടുള്ള മീലാണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. എൻ്റെ എന്ന് നമ്മൾ കരുതുന്ന ആ കാപട്യത്തിൽ നിന്ന് മാറി യഥാർത്ഥത്തിൽ ഞാനായിട്ടിരിക്കുന്ന I am God. ഓം ഗോഡ്. I am means ഓം. അപ്പം ഗോഡാണ് ഉള്ളിലിരിക്കുന്നത്. അത് ഞാൻ ഗോഡെന്നല്ല, യഥാർത്ഥത്തിൽ ഒരു ഗോഡ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു വശത്തിൽ അദ്ദേഹം മൗനമായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം എല്ലാവരും വരുന്നവരുടെ എല്ലാം പാദം നമസ്കരിച്ച് എല്ലാവരിലും ഗോഡിനെ കാണുന്ന ഒരു സ്വഭാവം, അല്ല ഞാൻ ഗോഡെന്നും പറഞ്ഞിരിക്കുകയല്ലായിരുന്നു. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു ഉപായമാണ്. അദ്ദേഹത്തിനെ അന്നത്തെ മനുഷ്യരാശിയിലുള്ള ഒരു ശിഷ്യന്മാർ ഗുരുക്കന്മാരായിട്ട് കാണണമെങ്കിൽ എന്ത് വേണമെന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഉപായം. അപ്പം ഈ ഉപായങ്ങളെ മാറ്റി നിർത്തി ഈ ഗുരുക്കന്മാർ എന്താണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത് എന്നുള്ള ഒരു വഴി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ സദ്ഗുരുവിൻ്റെ ഓടുള്ള ആ ആദരവിലും ബഹുമാനത്തിലും ഈ സത്യത്തെ അറിയാൻ വേണ്ടി, ഈ കൃഷ്ണമൂർത്തിയുടെ അടുത്തുള്ള ഒരു സത്യത്തെ അറിയാൻ വേണ്ടി ആഗ്രഹമുള്ളവരായിരുന്നെങ്കിൽ ഈ ആദരവും ബഹുമാനവും ഭക്തിയും ഇല്ലാതെ അറഗൻ്റായിട്ടിരുന്നപ്പോൾ അവർക്കത് കിട്ടിയില്ല. അപ്പം നമുക്ക് ആ സത്യത്തെ അറിയാനുള്ള ആ ആഗ്രഹവും ആദരവും ബഹുമാനവും വിനയവും ഇതെല്ലാം കൂടെ ചേർന്ന് ആ സദ്ഗുരുവായിട്ടുള്ള ദൈവത്തിൻ്റെ ആ പരമമായ കോൺഷ്യസ്നെസ്സിനെ പ്രാപിച്ച ആ വ്യക്തിത്വം, അതായത് പരൻ്റെ ആത്മാവ്, അപരൻ,
മറ്റുള്ളവൻ അന്യനായിട്ടുള്ള ഈവൻ ശത്രുവിൻ്റെ ഉള്ളിൽ പോലും ഈ ആത്മാവായിട്ടിരിക്കുന്ന ആ സത്യം തൻ്റെ നമ്മുടെ എല്ലാവരുടെയും ആത്മാവായിട്ടിരിക്കുന്ന ഒരേ ഒരു സത്യം, അത് പരമാത്മാവ്. ആ പരമാത്മാവിനെ തൻ്റെ ഉള്ളിലും അപരനിലും സകലതിലും ഈ പരമാത്മാവ് കുടികൊള്ളുന്നു എന്ന് സാക്ഷാത്കരിക്കുന്ന ആ സദ്ഗുരുവിൻ്റെ വാചകങ്ങളിലൂടെ, ആ ബഹുമാനത്തിലൂടെ, ആദരവിലൂടെ, ഭക്തിയിലൂടെ, ആ സത്യത്തെ അറിയാനുള്ള ആകർഷണതയിലൂടെ, ആഗ്രഹത്തിലൂടെ നമുക്ക് ഇതൊരു ട്രാൻസ്ഫോർമേഷനായിട്ട് നമുക്ക് സംഭവിക്കുന്നതാണ്. അങ്ങനെ ആ സീയിങ്, മനസ്സും മനസ്സിൻ്റെ ഹോൾ കണ്ടന്റും മനസ്സിൻ്റെ ഈഗോയും അതിൻ്റെ ആഗ്രഹങ്ങളും അതിൻ്റെ ചിത്തവൃത്തികളും അതിൻ്റെ അസൂയയും ജലസിയും ഗ്രീഡും ഇതിനെല്ലാം നമ്മൾ കാണുമ്പോൾ, സീയിങ് സംഭവിക്കുമ്പോൾ ദർ ഈസ് എ സെപ്പറേഷൻ ആൻഡ് ദാറ്റ് ഈസ് ഫ്രീഡം. അങ്ങനെയാണ് ഫ്രീഡം. അതിൽ നിന്നാണ് മനസ്സിൽ നിന്ന് മോചനം നേടി ഫ്രീ ആയി നമ്മൾ ലിബറേറ്റഡായി മുക്തി മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് പറഞ്ഞത്, ഇപ്പോൾ മെഹർ ബാബ ഒരിക്കൽ അമേരിക്കയിൽ പോകുമ്പോൾ ആ ടോൾസ്റ്റോയുടെ മകനോ കൊച്ചുമകനോ ആരോ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളിങ്ങനെ യോഗ മെത്തേഡ്സ് ഒക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന യോഗകളൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, അതൊന്നും നിങ്ങൾക്ക് വെസ്റ്റേണേഴ്സിന് പറ്റില്ല, അതൊക്കെ പഴയ കാലഘട്ടത്തിന് വേണ്ടതാണ്, അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു നല്ല ജന്മം തരുമായിരിക്കും, പുനർജന്മം ഉണ്ടാക്കുമായിരിക്കും, അല്ലാതെ ലിബറേറ്റ് ചെയ്യുന്നതല്ല. ഒരു സദ്ഗുരുവിനെ ശരണം പ്രാപിച്ച് ആത്മാവിൻ്റെ മോചനത്തിന് മുക്തിക്ക് വേണ്ടി ആണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. അല്ലാതെ ഈ യോഗ മെത്തേഡുകളും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അറിവും ജ്ഞാനവും ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഒരു തലത്തിൽ കുടുക്കിക്കിടത്തുന്നു, നമ്മുടെ അറിവിൻ്റെ മായിക ലോകത്ത് കുടുക്കിക്കിടത്തുന്നു, സത്യത്തിലേക്ക് നമ്മളെ കടത്തിവിടുന്നില്ല. അപ്പോൾ ഇവിടെയാണ് സദ്ഗുരുവിൻ്റെ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു സംസാരം അല്ലെങ്കിൽ ഒരു കാരുണ്യം നമ്മളെ ആ സത്യത്തിലേക്ക്, ആ സീയിങ്, ആ ഡയറക്റ്റ് പെർസെപ്ഷൻ നടത്തി നമ്മളെ മോചിപ്പിച്ച ആ സത്യമായിട്ടിരിക്കുന്ന ആ സത്യത്തിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ ആ പ്രകാശം, ആ സത്യത്തിൻ്റെ ആത്മാവിലേക്ക് നമ്മളെ സഞ്ചരിപ്പിക്കുന്നതും അതാണ് നമ്മുടെ ശാന്തിയും മോചനവും ആനന്ദവും ഈ ലോകത്തിലേക്ക് ആ സ്നേഹവും എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ ലോകത്തിന് അവനവൻ്റെ ലോകത്തിൽ ഓരോരുത്തരുടെയും ലോകത്തിലേക്ക് ആ ശാന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. ശ്രീ, ഇപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മുടെ ആശ്രമത്തിൽ തന്നെ സദ്ഗുരുവിൻ്റെ മാഹാത്മ്യത്തെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ ഗുരുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ സദ്ഗുരുവായിട്ട് അഭിവന്ദ്യ ശിഷ്യപൂജിത ഗുരുവാണ് നമ്മുടെ ആശ്രമത്തിലുള്ളത്. അപ്പോൾ അത് തന്നെ പഴയ ആളുകൾക്ക്, അതായത് ഗുരുവിൻ്റെ കൂടെ മുൻപ് ജീവിച്ചിരുന്നവർക്കും പ്രായമുള്ളവർക്കും പലർക്കും അതിൻ്റെ മാഹാത്മ്യം, അതായത് ഇപ്പോൾ ഇവിടെ ശരീരത്തോടെ ഇരിക്കുന്ന സദ്ഗുരുവിനെ എത്രത്തോളം അവർ ഉൾക്കൊള്ളുന്നു, അവർ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ സദ്ഗുരുവിനെ മാനിക്കാതെ നമുക്ക് എങ്ങനെ ഈ ഒരു അറിവിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കണ്ടേ ഈ ഒരു അവസരത്തിൽ? തീർച്ചയായും. ഇപ്പോൾ നമ്മൾ സദ്ഗുരുവിൻ്റെ പെർഫെക്റ്റ് മാസ്റ്റർ, ആ സമ്പൂർണനായ ഗുരുവിൻ്റെ മഹിമ മനസ്സിലാക്കാതെ പ്രവർത്തിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന അപജയങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും കാണുന്നതും എല്ലാം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പരമ്പരയിൽ എക്കാലവും അനുഭവശാലിയായ ഒരു ഗുരു ഉണ്ടാകും എന്നുള്ള ആ ഗുരുവിൻ്റെ വാക്ക്. അപ്പോൾ ഈ വാക്കിനെ പാലിച്ചുകൊണ്ട് പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഒരു ആരാധന മാർഗം പോലെ പോയാൽ മതി എന്ന് കരുതുന്ന പലരുമുണ്ട്. ഇപ്പോൾ ഒരു ആരാധന മാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ ഇപ്പോൾ എന്ത് പ്രവൃത്തി, മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് എന്ത് പ്രവൃത്തി വരുമ്പോഴും അത് അഹന്തയെ കൂടുതൽ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് യോഗമാർഗമായാലും അറിവിൻ്റെ ജ്ഞാനമായാലും അങ്ങനെ എന്തു മേഖലയിലൂടെ പോകുമ്പോഴും മനുഷ്യൻ ഇങ്ങനെ അഹന്ത ശക്തി പ്രാപിച്ചിട്ട് താനെന്തോ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഞാനെന്ന ഭാവത്തിലാണ് വികസിക്കുന്നത്. അപ്പോൾ ഞാനെന്ന ഭാവത്തിനെ അതിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ സത്യത്തിലേക്ക് പരിണമിപ്പിക്കാൻ ഒരു സദ്ഗുരുവിൻ്റെ ഒരു സാന്നിധ്യം ആവശ്യമാണെന്ന് ഗുരുക്കന്മാരെല്ലാം പറഞ്ഞു വച്ചിരിക്കുന്നു. അത് നമ്മുടെ ഗുരുവും അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ സദ്ഗുരുവിൻ്റെ മഹാത്മ്യം എത്രയാണ്. അപ്പോൾ ഗുരു ശരീരത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഗുരു ആ സദ്ഗുരുവിൻ്റെ പൊസിഷനിലിരുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ നേരിട്ടിട്ടുള്ള പല പ്രശ്നങ്ങൾ, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് പോലും ഞാൻ ഒരുപാട് പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വിഷമിച്ച് പലപ്പോഴും ചില ദുസ്വപ്നങ്ങൾ, അതായത് പ്രകൃതി ദുരന്തങ്ങളും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആപത്തുകളെക്കുറിച്ചെല്ലാം കണ്ടിട്ട് ലോകത്തിൽ മൊത്തത്തിൽ നമ്മൾ സമൂഹത്തിലൊക്കെ ഇങ്ങനെ ആപത്തുകളെക്കുറിച്ചെല്ലാം കാണുമ്പോൾ വളരെയധികം വിഷമിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്താ ഇതിനൊരു സൊല്യൂഷൻ? കാര്യം മനുഷ്യന് ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഈ ഞാനെന്ന ഭാവത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം ഇപ്പോൾ ഗുരു കാരുണ്യം കൊണ്ട് എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അഭിവന്ദ്യ ശിഷ്യഭൂതയുടെ അടുത്തൊക്കെ വരുമ്പോൾ ആദ്യകാലം മുതലേ എനിക്ക് ഈ വേദാന്തവും അല്ലെങ്കിൽ മറ്ററിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് വായിച്ചും കണ്ടും കേട്ടും ഒക്കെ മടുത്ത്, കാരണം ഇത് മനസ്സിൻ്റെ ഒരു തലത്തിൽ മനസ്സിനെ പരിപോഷിപ്പിച്ച് അഹന്ത ഉണ്ടാക്കുന്നതല്ലാതെ മനസ്സിൽ നിന്ന് മോചനം തരുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പം അഭിവന്ദ്യ ശിഷ്യഭൂത ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു, പല രീതിയിൽ
നമ്മുടെ ഉള്ളിലില്ലാത്ത ആ ഒരു പൂർണ്ണത, ആ ഒരു നിറവ്, ആ ഒരു പ്യൂരിറ്റി, ആ ഒരു ക്ലാരിറ്റി അത് നമുക്ക് അനുഭവപ്പെടുകയും ആ ഓരോ വർത്തമാനത്തിൽ നിന്ന്, ഇപ്പോൾ ഈ വേദാന്തമോ ഈ പറഞ്ഞ് പഠിപ്പിക്കുന്നതോ മറ്റ് രീതിയിലുള്ള കാര്യമല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ നിത്യജീവിതത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് ഗുരു പറയുമ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ വേദാന്തം പറഞ്ഞ് കുറേ പാണ്ഡിത്യത്തിലൂടെയല്ല. ഗുരുവിനോടൊപ്പം പ്രവർത്തിച്ച് എപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴും, എപ്പോൾ ഏത് കാര്യത്തിൽ ഏത് സാഹചര്യത്തിൽ സംസാരിക്കുമ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞു വരുമ്പോൾ അതിൽ നിന്ന് എനിക്ക് വളരെ വലിയ ഒരു അറിവും തെളിവും ഒരു 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 മറ്റൊരു രീതിയിലൊരു ഡയമെൻഷനിലേക്ക് നമ്മളെ കടത്തിവിടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആശ്രമ സ്വഭാവത്തിൽ ഗുരുവിൻ്റെ കാലശേഷം വന്നിരിക്കുന്ന പഴയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേർക്ക് ഇത് മിസ് ചെയ്യുകയാണ്. ആ ഒരു ആദരവും ഭക്തിയും വിനയവും ഇല്ലാത്തത് കൊണ്ട് ഈ സദ്ഗുരു നമ്മുടെ ശിഷ്യഭൂതി അഭിവന്ദ്യ ശിഷ്യഭൂതിയിലൂടെ സംഭവിച്ചിരിക്കുന്ന ഈ ഗുരുവിൻ്റെ ആ പ്രഭാവത്തെ അവർ മിസ് ചെയ്തിരിക്കുകയാണ്. പഴയ തലമുറ അവരെ സംബന്ധിച്ച് അവരുടെ ആ മായികമായ കണ്ണുകൾ, മായ എന്ന് പറയും, നമ്മൾ 7th ഡയമെൻഷൻ വരെ ഈ ഒരു മായികമായ ഹാലൂസിനേറ്റീവ് മൈൻഡിൻ്റെ ഒരു തലമാണ്. അപ്പോൾ അവരുടെ കൂടെയുള്ള പഴയ ഒരു വ്യക്തിത്വമായിട്ടാണ് കാണുന്നത്. ഈ സദ്ഗുരുവിൻ്റെ പ്രഭാവത്തെ കാണാൻ പറ്റുന്നില്ല. മായികമായ തലയത്തിൽ അകപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ഒരു സാധാരണ വ്യക്തിയെ പോലെ കാണുന്നു. അപ്പോൾ പഴയ തലമുറയിൽപ്പെട്ട എല്ലാവരും ഇതിനെ ഗുരുവിൻ്റെ സാന്നിധ്യത്തെ മിസ് ചെയ്യുന്നു. എന്നിട്ട് അവർ പറഞ്ഞ് ചില വ്യക്തികളുടെയൊക്കെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളിലെ കുറവും ശരിയും തെറ്റും ഒക്കെ നോക്കിയിട്ട് അവർ പടച്ചുവിടുന്ന കള്ളക്കഥകൾ. ഇപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ പണ്ടത്തെ ഒരു സന്യാസി ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല, അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ ആ സന്യാസിയെക്കുറിച്ച് ആ നാട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഗുരു പറഞ്ഞ അന്ന് ഗുരു ചരിത്രമുള്ള കാലഘട്ടത്തിൽ ഗുരു പറഞ്ഞതിന് വിരുദ്ധമായിട്ടൊക്കെ പറയും, എല്ലാം മാറ്റിയും തിരിച്ചും പറഞ്ഞ് ഗുരു ദേഷ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എത്രമാത്രം അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടും ഗുരുവിൻ്റെ കാലശേഷം ഈ സന്യാസി പറയുന്നതാണ് അവർക്ക് വേദവാക്യം. അതായത് ഗുരു ചരിത്രം ഉണ്ടായിരുന്ന സമയത്ത് ഈ സന്യാസി ഗുരു പറയുന്ന ഒന്നും കേൾക്കില്ലായിരുന്നു. അതിനുശേഷം അങ്ങനെ ആശ്രമ സ്വഭാവത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഗുരു ശരീരത്തിലുണ്ടായിരുന്ന സമയത്ത് ഗുരു പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. കാര്യം പറഞ്ഞാൽ കേൾക്കാതെ അനുസരിക്കാത്ത, അനുസരണ എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ ഗുരു ശിഷ്യ ബന്ധം അവിടെ ഇല്ല. ആശ്രമ സ്വഭാവത്തിൽ പിന്നെ ഒരു മാറ്റം അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ നിരന്തരമായിട്ട് അനുസരണ സ്വഭാവത്തിൽ വരാത്ത, മാറ്റി നിർത്തപ്പെട്ട, പറഞ്ഞ അനുസരിക്കാത്ത അങ്ങനെയുള്ള പല വ്യക്തികളും ഗുരു ശരീരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അനുസരിക്കാത്തവരെല്ലാം ഗുരു പോയി കഴിഞ്ഞപ്പോൾ ഇവർക്കെല്ലാം ഭയങ്കര ആശയം, ആത്മീയത, ആശ്രമത്തിൻ്റെ ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഭയങ്കരമായ അഭിനിവേശം ഇതെല്ലാം കാണിക്കുന്നു. അപ്പോൾ ഇതെന്താണ്? ഈ പണ്ടേ നമ്മൾ പറയും ഗുരുക്കന്മാർ പോയി കഴിയുമ്പോൾ ഒരു ആരാധന മനുഷ്യരാശിക്ക് പറ്റിയ ഒരു അന്ധതയാണ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ ആ ശരീരത്തിലൂടെ ഉണ്ടായിരിക്കുമ്പോൾ അവരെ തള്ളിപ്പറയുക, കൊല്ലുക, വിഷം കൊടുക്കുക, അവരെ എതിർക്കുക, കല്ലെറിയുക, അവരെ ഭ്രാന്തന്മാരായിട്ട് മുദ്ര കുത്തുക. പോയി കഴിയുമ്പോൾ ഒരു ആരാധന. അപ്പോൾ അത് നമ്മുടെ ഇവിടെ ആശ്രമ സ്വഭാവത്തിലും ഗുരു പോയി കഴിഞ്ഞപ്പോൾ പഴയ ഈ അനുസരിക്കാത്തവരും ആ ഭക്തി ഭാവനയിൽ മാറി നിന്നവരും ഗുരുവിനോട് വാശിയിൽ തർക്കിച്ചവരും ഗുരു പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കാത്തവരും എല്ലാവർക്കും പിന്നെ ഗുരു പറഞ്ഞ ആ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള വ്യഗ്രതയാണ്. അപ്പോൾ ഇനി അവർക്ക് ശിഷ്യഭൂതയെ തള്ളിപ്പറയണം. കാര്യം ഗുരുക്കന്മാർ ശരീരത്തോടെ ഉണ്ടായിരിക്കുമ്പോൾ അവരെ തള്ളിപ്പറയുക, പോയി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ആഡംബരം കാണിക്കുക, ആരാധന കാണിക്കുക, ഭക്തി കാണിക്കുക, നിറവ്. ഇത് മനുഷ്യരാശിയുടെ ഒരു വലിയ മിസ്റ്റേക്കാണ്. അപ്പം മനുഷ്യരാശി വളരെ വലിയ ഒരു അന്ധതയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അന്ധതയിൽ കഴിയുന്ന ഈ മനുഷ്യന് ഇത് ശരിയാവും? ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവസാനം എനിക്ക് മിസറബിളായി ഒരു വഴിയില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ലോകത്തിൻ്റെ വിഷയം ചിന്തിക്കുമ്പോൾ ഈ നെഗറ്റിവിറ്റികളൊക്കെ കുമിഞ്ഞുകൂടി, പ്രകൃതി ദോഷം, കാലാവസ്ഥാ ദോഷം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ മനുഷ്യൻ്റെ വീട്ടിൽ, നാട്ടിൽ എല്ലാം. അപ്പോൾ ഒരു മനുഷ്യൻ ഇനി മാറണമെന്ന് സ്വയം പ്രവർത്തിക്കുമ്പോൾ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്രവർത്തനം മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു വഴിയില്ല. സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നവനെ സംബന്ധിച്ചാണ്. അല്ലാതെ സൂപ്പർഫിഷ്യലായിട്ട് എന്തെങ്കിലും നന്മ തിന്മ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നവരെ സംബന്ധിച്ചൊന്നും അവർക്കിതൊന്നും മനസ്സിലാവില്ല. അവർ ചുമ്മാ നന്മ തിന്മ, ഞാൻ ശരിയായി, ഇനി നീ തെറ്റല്ലേ, അവൻ തെറ്റ്, മറ്റവൻ തെറ്റ്, കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ചല്ല, വളരെ സീരിയസ് ആയിട്ട് സ്വയം പരിവർത്തനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ മിസറബിളായി പോവുകയാണ്. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കിങ്ങനെ ആ ഗുരുവിൻ്റെ ശബ്ദത്തിൽ ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടി, അഖണ്ഡനാമം ജപിക്കുക. അഖണ്ഡനാമമാണ് എല്ലാത്തിനും ഉള്ളൊരു സൊല്യൂഷൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി, അഖണ്ഡനാമം. അപ്പോൾ ഇത് വളരെ ചെറുപ്പത്തിൽ എനിക്കൊരു സംശയം വന്നപ്പോൾ ഇത് മനസ്സിലായതാണ്. പക്ഷേ എന്നിട്ടും ഞാൻ പിൽക്കാലത്ത് ഇത് വിസ്മരിച്ചു പോവുകയും ഞാനും അഖണ്ഡനാമം മനസ്സിലിങ്ങനെ ജപിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഉറച്ച് ജപിക്കണം. ഇത് ജപിച്ച് ആ സത്യത്തിൻ്റെ ആ പ്രകാശധാര, അതിൻ്റെ ആ വൈബ്രേഷൻ ഈ ഭൗതിക തലത്തിൽ കൊണ്ടുവരണം. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഈ അഖണ്ഡനാമത്തെക്കുറിച്ച് പറയുമ്പോൾ
പൊതുവെ ഇപ്പോൾ പുറത്തുള്ളവരൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഗുരുവിൻ്റെ ഒരു മനുഷ്യ ഗുരുവിൻ്റെ പേരോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ നാമമോ എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പരമ്പരയെ സംബന്ധിച്ച് ഗുരുവിൻ്റെ ഒരു ജന്മം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ പരമാത്മാവിനാൽ അനുഗതനായ ഒരു അതിമാനസ തേജസ് വന്നതും ആ അതിമാനസ തേജസ്സിൻ്റെ പൂർത്തീകരണവും, അപ്പോൾ നമ്മുടെ പരമ്പരയെ സംബന്ധിച്ച് ഇത് ഗുരുവിൻ്റെ നാമം വളരെ പവിത്രമായിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ സദ്ഗുരുക്കന്മാരുടെ നാമം ശിഷ്യ പരമ്പരയ്ക്ക് വളരെ പവിത്രമായിട്ട് വരുമ്പോൾ പുറത്തുള്ളവർക്ക് ചിലപ്പോൾ അത് സ്വീകാര്യമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തുള്ളവരുടെ ഒരു തെറ്റിദ്ധാരണ മാറാനായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ ഈ അഖണ്ഡനാമത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ടിബറ്റൻ ബുദ്ധിസ്റ്റുകളായിട്ടുള്ള അവർക്ക് വളരെ ബുദ്ധ കാലഘട്ടത്തിന് ശേഷം അവർക്കൊരു മന്ത്രം ലഭിച്ചു. അതായത് ഓം മണി പത്മേഹം, അതായത് ഓം പിന്നെ പത്മത്തിൽ താമരയിലിരിക്കുന്ന മണി, അത് കരുണ എന്നാണ് അവർ പറയുന്നത്. അതായത് കരുണ എന്ന് പറയുന്ന അതാണ് ദൈവത്തിൻ്റെ രൂപം അല്ലെങ്കിൽ ആ വൈബ്രേഷൻ. ദൈവം ഈ മനുഷ്യർ ഈ വ്യക്തികളും എല്ലാവരും ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞു കിടന്ന് സയൻറ്റിസ്റ്റുകളും എല്ലാവരും കൂടെ കിടന്ന് പിന്നെ ബുദ്ധിജീവികളും ഒക്കെ കിടന്ന് തർക്കിക്കുമ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. കാരുണ്യം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിനെയാണ്. നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ നമുക്ക് ദേഷ്യം, പക, വിദ്വേഷം, അങ്ങനെ പല പല സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്യുവറായിട്ടുള്ള കാരുണ്യം എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് നമ്മളിലൊക്കെ അടഞ്ഞിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ഈഗോ കാരണം അത് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കാരുണ്യം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിനെയാണ് ഗോഡ് എന്ന് പറയുന്നതും. നമ്മളും ഈ പറയുന്ന ഒരു കോൺഷ്യസ്നെസ് ആണ്. ആ കോൺഷ്യസ്നെസ്സിന് ഒരു ഹ്യൂമൻ ഫോം ഉണ്ടെങ്കിൽ ആ അതേ കാരുണ്യത്തിന് ഏത് ഷേപ്പിലും ഏത് ഭാവത്തിലും ഓം എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ ആദി എനർജി അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുരുക്കന്മാരുടെ വഴി അതിനെക്കുറിച്ചൊന്നും അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ എന്തായാലും ആ ഓം എന്ന ശബ്ദം കൊണ്ട് ഈ കാരുണ്യം, താമരയിലിരിക്കുന്ന ആ കാരുണ്യ സ്വരൂപനാണ് എല്ലാ സൃഷ്ടികളുടെയും കർത്താവ്, എല്ലാ ക്രിയേഷൻ്റെയും കർത്താവ്. അതിലൂടെയാണ് എല്ലാ നമ്മുടെ സങ്കട നിവാരണവും എല്ലാം നടക്കുന്നതെന്ന് പറഞ്ഞു. ഓം മണി പത്മേഹം, ആ ജുവൽ, ആ മണി താമരയിലിരിക്കുന്ന ആ ജുവൽ എന്ന് പറയുന്ന കാരുണ്യമാണ് എന്ന് അവർ പറയുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ കാരുണ്യം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നാമമാണ്. കരുണാകരൻ, കരുണയുടെ ഇരിപ്പിടം, അത് ദൈവത്തിൻ്റെ പേരാണ്. അപ്പോൾ ഇതൊരു മനുഷ്യൻ്റെ പേരെന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പേരാണ്. ദൈവം ഒറിജിനൽ പ്യുവർ ഗോഡിൻ്റെ പേരാണ് കരുണാകരൻ. അപ്പോൾ ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമ, ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമ, ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമ. അപ്പോൾ അതീവ സത്യപ്രകാശം. അപ്പോൾ നമ്മൾ കാണുന്ന സത്യപ്രകാശമാണോ? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ഈ ഹാലൂസിനേറ്റീവായി പോകുന്നത്? അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ, ഇതാണോ യഥാർത്ഥ സൃഷ്ടി? അല്ലെങ്കിൽ എങ്ങനെ മനുഷ്യൻ രക്ഷപ്പെടും എന്ന് ചോദിക്കുമ്പോൾ ഗുരുക്കന്മാർ പറയുന്നു ഒരു എറർ സംഭവിച്ചു. മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ നമ്മുടെ ഗുരു പറഞ്ഞു ഒരു എറർ, ഹ്യൂമാനിറ്റിയുടെ കോൺഷ്യസ്നെസ്സിൽ ഒരു എറർ സംഭവിച്ചു. അത് ബൈബിളിൽ പറയുന്നു, ജിദ്ദു കൃഷ്ണമൂർത്തി പറയുന്നു, അങ്ങനെ അനേക ഗുരുക്കന്മാർ പറയുന്നു ഒരു എറർ സംഭവിച്ചു. അതാണ് മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോയത്, സെൽഫ് സെൻറ്റേർഡ് ആയിപ്പോയി, ഈഗോയിസ്റ്റിക് ആയിപ്പോയി, ഹൃദയം അടഞ്ഞുപോയി. ഇങ്ങനെ അല്ലായിരുന്നു സൃഷ്ടി ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇതിനെ തിരുത്തിയെടുക്കാൻ അപ്പോൾ ഗുരു ഒരു കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ ഞാൻ വളരെ സയൻറ്റിഫിക് ആയിട്ട് മോഡേൺ ആയിട്ടുള്ള ഒരു രീതി പറയുമ്പോൾ ഈ ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിൽ സംഭവിച്ച എറർ കാരണം മൈൻഡ് ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ഇപ്പോൾ ഭൂമിയുടെ ഒരു മണ്ഡലം, ചന്ദ്രമണ്ഡലം, സൂര്യൻ്റെ മണ്ഡലം, അത് കഴിഞ്ഞ് നമ്മുടെ ആകാശ ഗംഗ എന്ന് പറയുന്ന ഒരു മിൽക്കി വേ, ഒരു ഗാലക്സിയുടെ മണ്ഡലം, അതിൻ്റെ മധ്യത്തിലൊരു ബ്ലാക്ക് ഹോൾ. അപ്പോൾ ഇപ്പോൾ ഭൂമിയുടെ മണ്ഡലം കഴിഞ്ഞ് പിതൃലോകം കഴിഞ്ഞ് സൂര്യൻ്റെ മണ്ഡലം കഴിഞ്ഞ് ഓരോ മണ്ഡലത്തിലേക്കും കടക്കാൻ ഓരോ ജീവന് വേണ്ട ഊർജം എത്രയാണെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ സയൻറ്റിഫിക് ആയിട്ട് നോക്കിയാൽ ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി ഇത്രയും സ്പീഡിൽ പോയാൽ മാത്രമേ ഭൂമിയുടെ ആകർഷണ വലയം കടന്നു പോകാൻ പറ്റൂ. അപ്പോൾ സൂര്യൻ്റെ ആകർഷണ വലയം കടക്കണമെങ്കിൽ, ഗാലക്സിയുടെ ആകർഷണ വലയം കടക്കണമെങ്കിൽ ആ ബ്ലാക്ക് ഹോളിൽ സയൻസ് പറയുന്നു സിംഗുലാരിറ്റി. ആ ബ്ലാക്ക് ഹോളിൽ നിന്ന് അതിൻ്റെ സെൻട്രൽ വരുമ്പോൾ സിംഗുലാരിറ്റി, ഒരു എംപ്റ്റി പോയിന്റിൽ എല്ലാം ശൂന്യമാകുന്ന, യൂണിവേഴ്സൽ ലോസ് എല്ലാം കുഴഞ്ഞു മറിയുന്ന, എല്ലാ ലോസും മാറുന്ന, എന്തിന് പ്രകാശത്തെ പോലും കടത്തിവിടാത്ത, പ്രകാശത്തിൻ്റെ സ്പീഡ് ഏറ്റവും മനുഷ്യനിപ്പോൾ നമ്മുടെ യൂണിവേഴ്സിൽ അറിയുന്ന ഏറ്റവും വലിയ സ്പീഡ് എന്ന് പറയുമ്പോൾ പ്രകാശം, അതിനേക്കാൾ അപ്പുറത്ത് ചില സബ്-അറ്റോമിക് കണങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് അംഗീകരിക്കപ്പെട്ട ഏറ്റവും വലിയ സ്പീഡ് പ്രകാശത്തിനെ പോലും കടത്തിവിടില്ല. അതിനുപോലും എസ്കേപ്പ് വെലോസിറ്റി ഇല്ല. ഈ ശൂന്യതയിൽ ലയിച്ച് നിൽക്കാനേ പറ്റൂ. അപ്പോൾ പിന്നെ എന്താണ് ഈ സത്യപ്രകാശം? അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രകാശം അല്ല സത്യപ്രകാശം. ഈ 7 അവസ്ഥ കൊണ്ട് ഈ ബ്ലാക്ക് ഹോളിലെ സിംഗുലാരിറ്റിയിൽ
എന്തോ നമ്മളെ ലയിപ്പിക്കുന്നു, സത്യത്തിലേക്ക് കടത്തിവിടുന്നില്ല. എല്ലാ ഗുരുക്കന്മാരും അനുയായികളും എല്ലാം ഈ 7th സ്റ്റേജിൽ വന്ന് ലയിച്ചു നിൽക്കുന്നു എന്ന് നമ്മുടെ ഗുരു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, ഗുരു സ്വയം പോലും ഈ അവസ്ഥയിൽ ലയിച്ചിരുന്ന ആനന്ദമായിട്ട് സച്ചിദാനന്ദമായിട്ട് അനുഭവിച്ച് ഇതാണ് പരിപൂർണ സ്ഥാനമെന്ന് കരുതി ഗുരു പോലും ഒരു സ്റ്റേജിൽ നിന്നെന്നും പിന്നെ അതിനുശേഷം ഇത് കടക്കുന്ന ഒരു അവസരവും ശ്രീകൃഷ്ണ പരമാത്മാവിനാൽ ഇങ്ങനെ ചില അറിയിപ്പ് കിട്ടിയതും ഈ അഖണ്ഡനാമം കിട്ടിയതും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ശാന്തിഗിരി പരമ്പരയിൽ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ശൂന്യത കടന്നു പോകുന്ന പ്രകാശം, അതിനപ്പുറത്ത് ഓം, ക്രിയേഷൻ്റെ പോയിന്റ്. അപ്പം ഇതെല്ലാം ഈ സത്യപ്രകാശം വരുന്നില്ല. അപ്പം ഈ സത്യപ്രകാശം വരാത്തത് കൊണ്ട് നമ്മൾ പറയും, ഇപ്പോൾ ഒരു കുഞ്ഞ് തന്നെ ജനിച്ചു കഴിയുമ്പോൾ അതിന് പല പല പ്രകാശം, അതായത് പല നക്ഷത്രം, പല ഗ്രഹങ്ങൾ, ഇവരെല്ലാം ഏത് സ്ഥാനത്ത് നിൽക്കുന്നോ അതിൽ നിന്നുള്ള പ്രകാശം വന്നുകൊണ്ട്, പ്രകാശ ഇൻഫർമേഷനാണ് നമ്മൾ പറയുന്ന അറിവ്, നമ്മളെ ഈ ലോകത്തിലുള്ള അറിവ് ഈ പ്രകാശമാണ്. ഈ കുഞ്ഞിൻ്റെ ബ്രെയിനിനെയും ശരീരത്തിനെയൊക്കെ ട്യൂൺ ചെയ്യും. അതാണ് ജാതകം. അത് ജനിച്ചു കഴിയുമ്പോൾ തന്നെ ട്യൂൺ ചെയ്യും. ഒരു പ്രകാശം കൊണ്ട് ഇൻഫർമേഷൻ കൊണ്ടുവന്ന് എല്ലാം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ജീവനിലും. പിന്നെ അവൻ ഒരിക്കലും ഈ ഒരു നെറ്റ്വർക്കിൻ്റെ അപ്പുറം കടന്നു പോകില്ല. അവൻ്റെ ചിന്തയും ബുദ്ധിയും ഒന്നും പ്രവർത്തിക്കില്ല. അപ്പോൾ അവനെ ട്യൂൺ ചെയ്ത് അവൻ്റെ സോഫ്റ്റ്വെയറിനെ ഈ പ്രകാശങ്ങളെല്ലാം കൊണ്ടുവന്ന് പിന്നെ മനുഷ്യൻ ഈ പ്രകാശത്തിനാൽ അടിമയായി ഇവിടെ ജീവിക്കുന്ന ഈ മനുഷ്യർ പറയുന്ന അറിവും കാര്യങ്ങളും ഒക്കെ കേട്ട് പഠിച്ച് ചിന്തിച്ച് സയൻസും ഒക്കെ പറഞ്ഞ് ദൈവം ഇല്ലെന്നും ഉണ്ടെന്നും ഒക്കെ കിടന്ന് തർക്കിക്കുന്ന എല്ലാം ഈ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്, ഈ പ്രോഗ്രാം ചെയ്ത ഈ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിന് അപ്പുറത്ത് പോകണമെങ്കിൽ ഈ സിംഗുലാരിറ്റി കടന്നു പോകണം. സിംഗുലാരിറ്റി കടന്നു പോകാൻ പ്രകാശത്തിന് പോലും പറ്റില്ല. അപ്പോൾ സിംഗുലാരിറ്റി കടന്നു പോകാൻ എന്താണ് വേണ്ടത്? സ്നേഹം. അവിടെ തന്നെ ഗുരുവിൻ്റെ കാരുണ്യം, അപ്പുറത്ത് സിംഗുലാരിറ്റിയുടെ അപ്പുറത്തേക്കുന്ന സത്യപ്രകാശം വഹിച്ചു നിൽക്കുന്ന ആ ഗുരുവിൻ്റെ കാരുണ്യമാണ് ഈ സിംഗുലാരിറ്റി കടത്തിക്കൊണ്ടു പോകുന്നത്. അതാണ് പറയുന്നത്, ആരുമില്ലാത്തപ്പോൾ, അവസാനം കൂടെ വരാൻ ആരുമില്ലാത്തപ്പോൾ ഗുരുവെന്ന സത്യം വന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് ഈ മായിക ലോകത്ത്, ഹിപ്നോട്ടിക് മായിക ലോകത്ത്, അതാണ് പറയുന്നത്. ഇപ്പോൾ വേദാന്തത്തിലും ആത്മീയതയിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളെ പ്രവർത്തിക്കാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആക്കി പറയുന്നത് എന്തുകൊണ്ടാണ്? മായ, എല്ലാം മായ. അതായത് 7th സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം മായ, കംപ്ലീറ്റ് ശൂന്യമായി പോകുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഗുരുക്കന്മാർ മായ എന്ന് പറഞ്ഞിട്ട് ഈ ആൾക്കാരെല്ലാം മായ എന്നും പറഞ്ഞ് വേദാന്തമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ 7th സ്റ്റേജ് കടന്നു പോകുന്ന 8 സത്യപ്രകാശത്തിൽ വരുന്ന ഗുരുക്കന്മാർ പറയുന്നു, ഇത് മായയല്ല, ഇത് സത്യമായിട്ട് ഈ ലോകത്തെ നമുക്ക് മുക്തിപ്പെടുത്താം, സ്നേഹം കൊണ്ട് അതിൻ്റെ പൂർണ്ണതയിൽ വർക്ക് ചെയ്യാം, പ്രവർത്തിക്കാം എന്നൊക്കെ അത് കടന്നുപോയ ഗുരുക്കന്മാർ. അതായത് ഈ 7th സ്റ്റേജ് കടന്നുപോയവരെ കുറിച്ച് അവർക്ക് മാത്രമാണ് സത്യമാകുന്നത്. മറ്റേതെല്ലാം അൺറിയലാണ്, ഇല്യൂഷനാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഇല്യൂഷണറി വേൾഡ് കിടന്ന് എന്തൊക്കെ തപസ് ചെയ്താലും, എന്തൊക്കെ യോഗം ചെയ്താലും, ജ്ഞാനം ചെയ്താലും, ഭക്തി ചെയ്താലും, എന്തൊക്കെ പ്രവർത്തിച്ചാലും മനുഷ്യൻ മോചനപ്പെടുന്നില്ല. കൂടുതൽ കർമ്മസഞ്ചയം ഉണ്ടാക്കി ഇങ്ങനെ പുനഃ എന്നും പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇത് കടന്നുപോയ ഗുരുക്കന്മാർ കാരുണ്യ സ്വഭാവത്തിൽ സ്നേഹത്തിലൂടെ വന്ന് ഇതിനെ കടത്തിക്കൊണ്ടുപോകാൻ, ലിബറേറ്റ് ചെയ്യാൻ, മുക്തിപ്പെടുത്താൻ, സത്യത്തിൻ്റെ പ്രവർത്തനം നടത്താൻ, മനുഷ്യരെ മൊത്തം ഗ്രീഫിൽ, ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് സുഖിക്കുന്ന ചില ശക്തിവിശേഷങ്ങളിൽ നിന്നെല്ലാം മനുഷ്യരെ മോചിപ്പിക്കാൻ, മനുഷ്യൻ്റെ ജീവാത്മാക്കളെ മോചിപ്പിക്കാൻ ഈ ഗുരുക്കന്മാർ, കാരുണ്യ സ്വഭാവത്തിലുള്ള ഈ ഗുരുക്കന്മാർ വരുന്നു. അപ്പോൾ ഇത് കരുണാകരൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമമാണ്. ഇപ്പോൾ ഗുരു ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, നമ്മുടെ സുരേഷൻ ആണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചെറുപ്പമായിട്ട് അവിടെ ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗുരുവിനെ കാണാനായിട്ട് 2-3 പേര് ആയുർവേദത്തിൽ വന്നു, ചിലർ മറ്റേ ഡയറി ഫാമിൽ എരുത്തിൽ നിന്ന് വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ 9 മണി ഇത്ര സമയത്ത് ഗുരുവിനെ അവർ ആയുർവേദത്തിൽ വെച്ച് കണ്ടു. അപ്പോൾ ചിലർ പറഞ്ഞു ഗുരുവിനെ അവർ ഇതേ സമയത്ത് എരുത്തിൽ വെച്ച് കണ്ടു. അപ്പോൾ ഈ സുരേഷനും എല്ലാവരും പറയുന്നു, ഗുരു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു 9 മണിക്ക്, ഈ സമയത്ത് ഗുരു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം 3 പേര് പറയുന്നു, എല്ലാവരും ഈ സമയത്ത് ഗുരുവിനെ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ അവർ ഓരോരുത്തരും തർക്കിച്ചു, ഞാനാണ് ശരി എന്ന് പറഞ്ഞ് തർക്കിച്ചപ്പോൾ ഗുരു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന ഗുരു പെട്ടെന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞത് ശരിയാണ്. കാരണം ഈ ഗുരുവിൻ്റെ രൂപം, ആ ദൈവം ആ ഗുരുവിൻ്റെ രൂപത്തിലേക്ക് പലർക്കും പല സമയത്ത് ഒരേ സമയത്ത് ദർശനം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് കബീർദാസും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കബീർദാസിൻ്റെ മകളുടെ കല്യാണം വന്നപ്പോൾ അദ്ദേഹം വിഷമിച്ച്, പൈസയൊന്നുമില്ല, അമ്മ കൊടുത്ത പരവതാനി വിൽക്കാൻ കൊണ്ടുപോയപ്പോൾ ഏതോ ഒരു സന്യാസി വന്ന് ചോദിച്ചപ്പോൾ അതും കൊടുത്തു, പൈസ ഇല്ലാതെ വിഷമിച്ച് പോയി എവിടെയോ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ കബീർദാസിൻ്റെ രൂപത്തിൽ വന്ന് ദൈവം എല്ലാം നടത്തി കൊടുത്തിട്ട് പോയതായിട്ട് നമ്മൾ കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് സത്യമോ മിഥ്യയോ കഥയോ പുരാണമോ എന്തോ ആവട്ടെ, എന്തോ ഈ ദൈവം
ഈ രൂപം സ്വീകരിക്കുന്നു. ഈ ഗുരുക്കന്മാരുടെ രൂപത്തിലൂടെ ഈ സത്യത്തിലേക്ക് ലയിച്ചു ചേർന്ന ഈ ആത്മാവിൻ്റെ അഹന്തയുടെ സകല മേഖലയും കടന്ന്, ഈ സിംഗുലാരിറ്റി കടന്ന്, ഈ ലോകത്തിൻ്റെ സയൻറ്റിഫിക് ആയിട്ടൊക്കെയുള്ള എല്ലാ നിയമങ്ങളെയും, ആത്മീയമായിട്ട് നിയമങ്ങളെയും കടന്ന് അപ്പുറത്ത് പോയ ഈ ഗുരുക്കന്മാരുടെ രൂപം, ആ പരമമായ ദൈവം അത് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ശിഷ്യന്മാരെ ഉണർത്തിയെടുക്കുന്നു. അപ്പോൾ അത് ഗുരു ശിഷ്യ ബന്ധത്തിലൂടെയാണ് സാധിക്കുന്നത്. അപ്പോൾ അഖണ്ഡനാമം ജപിക്കുന്ന ആരാധന കൊണ്ട് നമുക്ക് എല്ലാ സൊല്യൂഷനും കിട്ടും. ഒരു ആരാധനാ സ്വഭാവത്തിൽ നമുക്ക് ആ അഖണ്ഡനാമം കൊണ്ട് എല്ലാ സൊല്യൂഷനും കിട്ടുമെങ്കിൽ ആത്മീയമായുടെ പൂർണ്ണത അത് സദ്ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. സദ്ഗുരുവിൻ്റെ കാരുണ്യ പ്രവർത്തനം അത് സദ്ഗുരു പോലും പ്രവർത്തിക്കുന്നതല്ല, അത് അർഹതപ്പെട്ട നമ്മൾ ഈ പറയുന്ന ഓരോരുത്തരുടെയും ആ മനസ്സിൻ്റെ എളിമയും ഭക്തിയും ആ സ്വഭാവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ഒത്തൊരുങ്ങി വരുമ്പോൾ ഈ സദ്ഗുരുവിൻ്റെ ഹൃദയത്തിൽ കൂടെ ദൈവം അങ്ങ് പ്രവർത്തിക്കുകയാണ്. അത് ആ ഗുരു പോലും അറിയാതെ, ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ, ആ ദൈവം പ്രവർത്തിച്ചുകൊണ്ട് നടക്കുന്ന ആ സത്യത്തിൻ്റെ പ്രവർത്തനം. അപ്പം ഇത് മനസ്സിലാക്കി, ഇതാണ് ഗുരുശിഷ്യ ബന്ധത്തിലൂടെ ഈ ഒരു രീതിയിലാണ് അഖണ്ഡനാമത്തിൻ്റെ ആ പുതിയ ആരാധനാ സ്വഭാവത്തിൽ പ്രവർത്തിച്ച് സദ്ഗുരുവിലൂടെയൊക്കെ പ്രവർത്തിച്ച് പോകേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റ് ഈ വ്യക്തികളുടെയൊക്കെ പ്രവർത്തനങ്ങളും വ്യക്തികളുടെ കുറവുകളും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തമ്മിൽ തല്ലുമ്പോൾ, പണ്ട് ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ, ഗുരു ശരീരത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്ന് എത്ര കുറവുള്ളവരും എത്ര നെഗറ്റീവായിട്ടുള്ളവരും എത്ര കുഴപ്പം പിടിച്ച വ്യക്തികളും വന്നാലും ഗുരു അവരെ ചേർത്ത് നിർത്തി, ഗുരു പറയുന്നത് ഞാൻ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആര് രക്ഷിക്കും എന്നുള്ള രീതിയിൽ അവരെ ചേർത്ത് നിർത്തി നന്നാക്കാൻ പരിശ്രമിക്കുന്നതും, ഇങ്ങനെ ഒരാളുടെ കാര്യം കൊണ്ട് മറ്റനേകം പേർക്ക് ആത്മീയമായി വളരെയധികം പരിണാമം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. കാരണം ഈ നെഗറ്റീവായിട്ടുള്ള ഒരു വ്യക്തി മതി അനേകം നല്ല വ്യക്തികൾക്ക് അതൊരു പരീക്ഷണമായി മാറുന്നു. അപ്പോൾ ആ പരീക്ഷണത്തെ അതിവർത്തിക്കുമ്പോൾ ആത്മീയമായ പരിണാമം വളരെ ക്വിക്കായിട്ട് നടക്കുന്നു. അപ്പോൾ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള വ്യക്തികൾ ഉണ്ടാകുമ്പോൾ അത് ഗുരു നമുക്ക് നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കുറവുകളെ കാണിച്ചു തരാനുള്ള പ്രതിരൂപങ്ങളാക്കി മാറ്റുകയാണ്. അതായത് അനേകം നമ്മൾ ആരോപിക്കുന്ന ഈ കുറ്റങ്ങളുള്ള വ്യക്തികൾ, കുറവുള്ള വ്യക്തികൾ, നമ്മൾ ഈ പുറത്ത് കുറ്റങ്ങൾ ആരോപിക്കുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കുറ്റങ്ങളെ നമുക്ക് ദൈവം കാണിച്ചു തരുന്നതാണ്. ഗുരു പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ട് നമ്മളിത് കുറ്റം പറയുമ്പോൾ, ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ കുറ്റം പറയും, പക്ഷേ അവസാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ അവസാനം പറയും, ദൈവമേ ഇത് സഹിക്കുകയല്ലാതെ വഴിയില്ല. കാരണം എന്താണ്? ഇത് നമ്മുടെ ഉള്ളിലും ഉള്ള ഈ കുറ്റങ്ങളെ നമുക്ക് ഗുരു കാണിച്ചു തരാൻ വേണ്ടിയും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനും അങ്ങനെ തിരുത്തി നമ്മുടെ ലോകം തിരുത്താൻ വേണ്ടി, നമ്മുടെ ലോകത്തെ മുക്തിപ്പെടുത്താൻ വേണ്ടി, എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഈ ബ്ലാക്ക് ഹോളും പ്രപഞ്ചവും ഇതെല്ലാം എൻ്റെ ഉള്ളിലാണ്. ഈ ശൂന്യത ഇതെല്ലാം എൻ്റെ കോൺഷ്യസ്നെസ്സിലൂടെ കടന്നു പോകാനുള്ളത് ദൈവം നമുക്ക് പുറത്തും കാണിച്ചു തരികയാണ്, സിംബോളിക്കലായിട്ട്, സയൻറ്റിഫിക്കായിട്ട്. പക്ഷേ അത് മിസ്റ്റിക്കലായിട്ട് നമ്മുടെ ഉള്ളിലുള്ള അവനവൻ്റെ ലോകത്തെ മുക്തിപ്പെടുത്താൻ വേണ്ടി ഇത് ഗുരുക്കന്മാരിങ്ങനെ കാണിച്ചിരിക്കുന്നതാണ്. കുറേ പല രീതിയിലുള്ള വ്യക്തികളെയും പല സ്വഭാവത്തിലുള്ളവരെയും പല രീതിയിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതും പ്രശ്നക്കാരും പ്രോബ്ലക്കാരും കുറവും കുറ്റവും ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ഈ കുറ്റങ്ങളെ മോചിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. ഇതാണ് ആശ്രമം. ആശ്രമത്തിൻ്റെ ഒരു പ്രവർത്തനം മനസ്സിലാക്കാതെ വെറും സാധാരണ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തെറ്റിപ്പോവുകയാണ്. ആശ്രമ സ്വഭാവത്തിലുള്ള പ്രവർത്തനം മറ്റ് രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ല. അത് ഇതേപോലെ ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ചും ഇത് പ്രാർത്ഥിച്ചും തൻ്റെ ലോകത്തു നിന്ന് ഓരോരുത്തരും ഇത് മാറ്റി ഈ കുറവുകൾ അത് തൻ്റെ തന്നെ ഭാഗം, ആ പരൻ്റെ ശത്രുവിൽ പോലുമുള്ള പരൻ്റെ ആ ആത്മാവ് അത് തൻ്റെയും കൂടി ആത്മാവാണെന്ന് മനസ്സിലാക്കി ഈ സത്യത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, അങ്ങനെ വരുമ്പോൾ ഗുരുവിൻ്റെ ആ കാരുണ്യം നമ്മളിൽ നിന്ന് തന്നെ മോചിപ്പിച്ച് നമ്മുടെ മനസ്സിൻ്റെ കാപട്യങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിച്ച് സത്യത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വഴി. അപ്പോൾ ഈ ഒരു വഴിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോൾ ഇത് ശരിയോ തെറ്റോ എന്നൊന്നും നിഗമനം ചെയ്യാതെ നിഷ്പക്ഷമായി കേട്ട് ഈ അഖണ്ഡനാമത്തിൻ്റെ ആ സത്യം നമ്മുടെ വൈബ്രേഷനിൽ, ശരീരവും മനസ്സുകളിലും ജീവനിലും ലോകത്തിലും ഒക്കെ അത് ദൈവത്തിൻ്റെ നാമമാണെന്നുള്ള ബോധത്തിൽ അത് നമ്മൾ കൊണ്ടുവന്ന് തിരുത്തി നമുക്ക് എടുക്കാൻ ഗുരു കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം.